ഹായ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഡ്രോയർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇതിനി സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വെക്കുന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. എൻ്റെ കുഞ്ഞിൻ്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ അതെങ്ങനെ ഞാൻ ഓർഗനൈസ് ചെയ്തു എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് ഞാൻ ഈ ഡ്രോവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ബോക്സസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓരോന്നായിട്ട് തുറന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് മെഡിസിൻസ്, അവനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെഡിസിൻസും വെച്ചിട്ടുണ്ട്. തെർമോമീറ്റർ, പിന്നെ ഇതൊക്കെ ഗ്യാസിൻ്റെയൊക്കെ മെഡിസിൻസാണ്. അവന് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം വന്നപ്പോൾ മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ കഫക്കെട്ടിൻ്റെയൊക്കെ. പിന്നെ ഇത് വന്നിട്ട് വൈറ്റമിൻ D3 ഡ്രോപ്പാണ്. ഇതൊക്കെ എമർജൻസി പെട്ടെന്ന് എടുക്കേണ്ടുന്ന സാധനങ്ങളാണ് ഫസ്റ്റ് ബോക്സിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഇത് വൈറ്റമിൻ D3 ഡ്രോപ്പ്. ഇത് വന്നിട്ട് നെയിൽ ട്രിമ്മറാണ്, ബേബി നെയിൽ ട്രിമ്മർ. അത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ബാറ്ററിയിലുള്ളതാണ്. കൈ മുറിയാതെ സ്കിന്നിലൊന്നും ടച്ച് ആവാതെയൊക്കെ നമുക്ക് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നെയിൽ ട്രിമ്മറാണ്. പിന്നെ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് വന്നാൽ തന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഐറ്റംസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ലോഷനുണ്ട്, പൗഡറുണ്ട്, പൗഡറിൻ്റെ ടിന്ന്, ബ്രഷ്, അങ്ങനെയുള്ളത്, കൺമഷി, അങ്ങനെയുള്ളതൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ബോക്സിൽ. സെക്കൻഡ് ബോക്സിൽ വന്നിട്ട് അവൻ്റെ ഡെയിലി യൂസിങ് ആയിട്ടുള്ള മുണ്ടുകൾ, കുറച്ച് മുണ്ടുകൾ, അതുപോലെ അവൻ്റെ ഫേസ് ടവൽസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് അവൻ്റെ ഡെയിലി യൂസിങ് ആയിട്ടുള്ള ഡ്രസ്സസ്സാണ്. ചെറിയ കുഞ്ഞുടുപ്പുകളാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഉടുപ്പുകളാണ്. ഇതിൻ്റെ ഈ ഒരു ലെയറും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ യൂസ്ഡാണ്, എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അത് ബ്ലാങ്കായിട്ട് കിടക്കുന്നതാണ്. തേർഡ് ബോക്സിൽ ടർക്കികളാണ് വെച്ചിരിക്കുന്നത്. 2 വലിയ ടർക്കി വെച്ചിട്ടുണ്ട്, 3 ചെറിയ ടർക്കിയും വെച്ചിട്ടുണ്ട്. ബാക്കി ടർക്കികളൊക്കെ യൂസിങ് ആണ്. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമായ കാരണം അതൊന്നും അധികം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ചൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ടർക്കിയൊന്നും വല്ലാതെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത ബോക്സിൽ ഇത് അവൻ്റെ ഗിഫ്റ്റ് കിട്ടിയതും മേടിച്ചതൊക്കെ ആയിട്ടുള്ള ഐറ്റംസാണ്. ബേബി എസൻഷ്യൽസ് തന്നെയാണ്. പൗഡർ, ലോഷൻസ്, അതുപോലെ സോപ്പ്, ബേബി ഓയിൽ. ഇത് ബേബി ഓയിലാണ്. പിന്നെ വൈപ്സ്, ഇതൊക്കെ വൈപ്സ് തന്നെയാണ്. ഷാമ്പൂ, അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിലിരിക്കുന്നത്. പിന്നെ അതിൽ സ്കിൻ റാഷസ് ക്രീം അല്ല, ഡയപ്പർ റാഷസ് ക്രീമൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബോക്സിൽ ഇവൻ്റെ അടിയിൽ കുറച്ച്, അവൻ്റെ ഏറ്റവും അടിയിലാണ്. ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നത് വളരെ അപൂർവമായിട്ടാണല്ലോ. ഇവൻ ചെറിയ കുട്ടിയായ കാരണം അധികമൊന്നും പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ പുതിയ ഡ്രസ്സുകളെല്ലാം ഞാൻ താഴെയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വേഗം എടുക്കേണ്ടതൊക്കെയാണ് ഏറ്റവും മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിയിൽ അവൻ്റെ പുതിയ ഡ്രസ്സുകളാണ്. അതിൽ ബാക്കിയുള്ളതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള ബേബി ബിബാണ്. കോംബോ പാക്കായിരുന്നു. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഓൾറെഡി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരെണ്ണം കൂടിയുള്ളതാണ്. അതവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. എല്ലാം എടുത്ത് നാശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അടിയിൽ പിന്നെ ഡയപ്പറൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത്, കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് വേസ്റ്റ് വീഴുമല്ലോ. അപ്പോൾ ക്ലോത്തിൻ്റെ അല്ല ഞാൻ വാങ്ങിയിട്ടുള്ളത്, സിലിക്കണിൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറകൾ വന്നാലും, ക്ലോത്തിലൊക്കെ ആണെങ്കിൽ കറകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പാടാണല്ലോ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ടു ക്ലീനാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് അതിലുള്ളത്. ഇതാണത്.
ഇത് കഴുത്തിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ ക്ലോത്ത് ടൈപ്പല്ല, സിലിക്കോണിക്കാണ്. പിന്നെ അത് മാത്രമല്ല, വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട്, അതിൽ നിന്നൊക്കെ വേസ്റ്റ് വീഴുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു ചെറിയൊരു ബോക്സും ഉണ്ട്. ഇതും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ എടുക്കാം, ഒട്ടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ബോക്സ് വന്നിട്ട് ഇതിലാണ് അവൻ്റെ പുതിയ പുതിയ ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകൾ, ഗിഫ്റ്റ് കിട്ടിയതും അല്ലാതെ മേടിച്ചതുമായിട്ടുള്ള എല്ലാ ഡ്രസ്സും ഞാനതിലങ്ങോട്ട് കുത്തി നിറച്ചിട്ടുണ്ട്. കാരണം ഓരോ ഡ്രസ്സുകൾ എവിടെ എങ്ങനെ വെച്ചിരിക്കണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ, അലമാരയിലൊക്കെ വെച്ചാലും. അപ്പോൾ അതൊക്കെയാണിത്. ഇതൊക്കെ അവൻ്റെ ഡ്രസ്സുകൾ തന്നെയാണ്. കുറച്ചധികം ഡ്രസ്സുണ്ട്. ചെറുപ്പം മുതൽ കിട്ടിയിട്ടുള്ള ഓരോ ഡ്രസ്സുകളും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേയധികം ഡ്രസ്സ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഡ്രോയറിൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.